വെൽക്കം ടു ഹോണസ്റ്റ് ഡയറി സീരീസ്. എൻ്റെ ആദ്യത്തെ ഹോണസ്റ്റ് ഡയറിയിലെ ആദ്യത്തെ സീരീസാണ്. ഞാൻ പല മലയാളം ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് മുന്നേ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത കാര്യമാണ്. ഒരു ഡയറി പോലെ. എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ കുറച്ചൊക്കെ ഡയറി എഴുതാറുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഐ ടോക്ക് ടു മൈസെൽഫ്. ഞാൻ എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ പറയില്ല, പക്ഷേ ഒരു ഓഡിയൻസ് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മനസ്സിലാണ് പറയുന്നത്, അത് ഓപ്പണായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആ ഒരു ശീലം എനിക്കുണ്ട്. ജസ്റ്റ് ലൈക്ക് ടോക്കിങ്, നമുക്ക് ടോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ തന്നെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ സംസാരിക്കും, വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിൻ്റെ മുന്നിലാകട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ അടുത്താണ് ഞാനിങ്ങനെ അങ്ങനൊരു തോട്ട് ആലോചിച്ചത്. അതായത് ഈ ഒരു സംഭവം എന്തുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കൊണ്ടുവന്നുകൂടാ. മാത്രമല്ല, ഒരു ഡയറി, ഇന്നത്തെ കാലത്ത് ഡയറി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ എഴുത്ത് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു വീഡിയോ ഡയറി അതും കൂടെ അടിപൊളിയാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. കുറച്ച് മുന്നേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഹോണസ്റ്റ് ആയിരിക്കും. എവറിത്തിങ് ഷുഡ് ബി ഹോണസ്റ്റ്. അതാണ് ആദ്യത്തെ റൂള്. ഇതിൽ കുറേ ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഹോണസ്റ്റ് ടോക്സ്. എനിക്ക് തോന്നുന്നു ഈ AI ജനറേഷനിലാണ് നമ്മളുള്ളത്. പക്ഷേ സംതിങ് ഈസ് നോട്ട് റൈറ്റ് വിത്ത് AI. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരുപാട് AI വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംതിങ് ഈസ് ഓഫ്. എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഒരു ഹ്യൂമൻ ടച്ച് അതിന് കൊണ്ടുവന്നാലും അത് ആർട്ടിഫിഷ്യലായിട്ടേ നിൽക്കുള്ളൂ എന്നൊരു തോന്നലുണ്ട്. സോ പ്യൂർലി ഹ്യൂമൻ ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുന്ന ഒരു മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ പറയുന്നൊരു ഡയറി ആയിരിക്കും എൻ്റെ ഹോണസ്റ്റ് ടോക്സ് എന്ന ഈ സീരീസ്. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഐ ടോക്ക് ടു മൈസെൽഫ് ലോട്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം ഞാൻ എൻ്റെ ഡയറി അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമല്ലോ, അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ വീഡിയോ നിങ്ങളും ചെയ്യണമെന്നാണ്. കാരണം നമ്മളിപ്പോൾ എഴുതുന്ന പോലെ തന്നെ നമ്മുടെ ഇതിപ്പോൾ ഔട്ട് ചെയ്യണമെന്നില്ല. ചിലർക്ക് മടിയായിരിക്കും ആളുകൾ എങ്ങനെ എടുക്കുന്നു. പക്ഷെ ഔട്ട് ചെയ്യാൻ തന്നാൽ മതിയല്ലോ. നമ്മൾ ഡയറി എഴുതണ പോലെ തന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ മതി. ദാറ്റ് വിൽ ബി അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ 2025 എന്ന കൊല്ലം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാത്തുണ്ട്. പക്ഷേ ഒരു ഇൻസ്പയറിങ് ആയിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുള്ളൊരു കൊല്ലമാണ് 2025. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു സീരീസ് തുടക്കത്തിൽ ഞാൻ തുടങ്ങുന്നത്. ഇനി കൺസിസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യണം. ഷുവറായിട്ട് ഇത് ചെയ്യും. കാരണം 2025 എനിക്ക് എൻ്റെ മറ്റൊരു ചാനൽ, ഞാൻ പ്യൂർലി ഔട്ട് ഓഫ് പാഷൻ, എൻ്റെ താല്പര്യം കൊണ്ട് മാത്രം തുടങ്ങിയൊരു ചാനലുണ്ട്, കാർ ഡ്രൈവിങ് ബേസ് ചെയ്തിട്ടുള്ള. ആ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞ വർഷം. അത് ഒരു വീഡിയോക്ക് തന്നെ 1,00,000 എന്തോ വ്യൂ വന്നു. നല്ല വാച്ചിങ് അവറൊക്കെ വന്നത് അപ്പോൾ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈസിസൊക്കെ നടന്നു. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടായിരുന്നു അവസാനം കുറച്ച് ഡിലേ ആയത്. അത് അവസാനത്തിലായപ്പോൾ അത് കടന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ആ ചാനലിൽ ഞാൻ വേറെ കാര്യമായിട്ടുള്ള പ്രൊമോഷനൊന്നും ചെയ്തിട്ടില്ല. വളരെ നേരിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് പ്യൂർലി അതിഷ്ടപ്പെടുന്നവർ വന്ന് കണ്ടിട്ടുള്ളതാണ്. കാർ ഡ്രൈവിംഗ് ആണ് ആ ചാനൽ. സോ ആ ഒരു ചാനലിൽ എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റി. ഡെയിലി 10-20 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ദിസ് ഈസ് സംതിങ് ബിഗ്.
ഒന്നും കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇറ്റ് വിൽ ബെനിഫിറ്റ് മീ, അതേഴ്സ്, എവ്രി വൺ. സോ ആ ഒരു കാരണം കൂടെ ഉണ്ട് ഹോണസ്റ്റ് ടോക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു ചാനൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് പരമ ലക്ഷ്യമായിരിക്കും. സോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെടുക്കേണ്ട പാടെന്താണെന്ന് വെച്ചാൽ കൺസ്യൂം ലെസ്, ക്രിയേറ്റ് മോർ. ആ ഒരു ഫിലോസഫി ആയിരിക്കും ഈ വർഷമല്ല ഇനി അങ്ങോട്ട് ഞാൻ തുടരാൻ പോകുന്നത്. ഇത് കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് മാറിയിട്ടുണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ. പണ്ടത്തെ കാലത്ത് വീഡിയോ തന്നെ ഇല്ല, എന്നിട്ടും നമ്മൾ എന്തൊക്കെയോ ചെയ്തോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പണ്ടത്തെ സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഉപകാരത്തിനായിട്ട് ഉപയോഗിക്കുക എന്നല്ലാതെ അതിൽ കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ സമയവും പോവും, വെറുതെ ആണ് തീരും നമ്മൾ ലൈഫൊക്കെ. അതിൽ നിന്ന് മാറിയിട്ട് പ്യൂർലി മേക്ക് കോണ്ടൻറ്റ്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന ഒരാൾ ബിസിനസ് ജേണി ചെയ്യുക, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾ അവരുടെ ജോലി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ടാവും. പേഴ്സണൽ ലൈഫ് കാണിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും, അത് കാണിക്കാതെ തന്നെ ചെയ്യാമല്ലോ. സോ മോണിറ്റൈസ് ആവണമെന്ന് വിചാരിച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ഡോക്യുമെൻ്റായി ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്താലും അടിപൊളിയായിരിക്കും. അതിന് വേണ്ടതെന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ സമയം കളയാത്ത ആളുകളെ മാത്രം ഫോളോ ചെയ്യുക, എല്ലാത്തവരെ ഒഴിവാക്കി വിടുക. അതേപോലെ സെർച്ച് ഓപ്ഷനൊക്കെ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. യൂട്യൂബിലാണെങ്കിലും ഷോർട്സ് വല്ല പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. എപ്പോഴെങ്കിലും ഇങ്ങനെ എടുത്തു നോക്കുക എന്നല്ലാതെ ഒരു 5 ഷോർട്സിൽ കൂടുതൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് റീൽസ് ആയാലും അങ്ങനെ തന്നെയാണ്. കാരണം വെറുതെ സമയം കൊല്ലാണ് നമ്മളൊക്കെ. ഒരുപാട് നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതൊന്നും ഉപയോഗപ്പെടുത്തുന്നുമില്ല, എന്തൊക്കെയോ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ തന്നെയാണ്. സോ നമ്മളെ ലൈഫ് ഒരു വർത്ത്ലെസ് ആവാതിരിക്കാൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസ്യൂം ലെസ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കൺസ്യൂം ചെയ്യണത് നല്ല കുറയ്ക്കണം. അപ്പോൾ ആദ്യ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സിയ.